ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ നമ്മളുടെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. അത് കാണാൻ ഞാൻ വൈകിപ്പോയി ഗായ്സ്. ഞാൻ ഇന്നലെ പുറത്തു പോയി. അന്ന് വന്നിട്ട് ഞാൻ അപ്പോഴേ അങ്ങ് കിടന്നുറങ്ങി. എന്തിനാണെങ്കിലും നമ്മൾ ടീസർ കണ്ടതാണ്, അടിപൊളിയായിരുന്നു. ട്രെയിലർ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു അജിത്ത് മാസ് പടമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ മാർക്ക് ആന്റണിയുടെ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ, പുള്ളി ഭയങ്കര ഒരു കട്ട അജിത്ത് ഫാനാണ്. ഒരു കിടിലം പോസ്റ്റർ കേട്ടോ ട്രെയിലറിന്റെ. ഒരു മസ്റ്റാങ്ങിന്റെ ഫ്രണ്ടിൽ അജിത്ത് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ എറിച്ചു നിൽക്കണം. എന്റെ പൊന്നു പോനെ. 2 മിനിറ്റ് 2 സെക്കൻഡ് ട്രെയിലറാണ്. ഫുൾ വോളി ഡേ ഓപ്പൺ ഡേ ഫാനിസം മൈത്രി മൂവീസ്. ആട് തൃഷ അള്ള സുനില് പ്രിയ അല്ല എവരും അവളും ഉണ്ടാവും. ഷൈൻ ടോം ചാക്കോക്ക് ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ കസറും പുള്ളിക്ക് പറ്റിയ സാധനമാണിത്. മറ്റേതൊക്കെ നടക്കും ആ സാധനം ഇതിൽ നല്ല സെറ്റായിട്ട് നടക്കും. ബിക്കോസ് അങ്ങനത്തെ ഒരു വൈബാണ് പടം. അതുകൊണ്ട് അർജുൻ ദാസിന്റെ ലുക്ക് കണ്ടോ? ഓ അല്ല പഴയ അജിത്ത്. എടാ ഇവനോ ലുക്കാണ് മനുഷ്യൻ. അതെടാ ഹോൺ. ഓ അത് അജിത്തിന്റെ ഡയലോഗാണ്. ദിസ് ഇസ് മൈ. ஓ பக்கா மாசு படம் கேட்டா. எனக்காக விட்டேன், சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணுனா விட்டத தொட்டுதானே ஆகணும். ஓ வழி விடுறா. ஓ എന്തൊരു വണ്ടിയാണ് അത്. 10 കിലോ കറി വേണം ബായ്. ഇരുങ്ക ബായ്. ഓ വെടി വെടി വെടി. அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? ഓ ഇത് പൊളിക്ക് കേട്ടാ. பாய் காட்டறேன். എന്തോന്നടാ അത്? എന്തോന്നത്? മൂക്ക് இருக்கும், മൊഴി இருக்கும், ആനാ ഉയിര്. കളറിംഗ് ഒക്കെ വേറെ ലെവൽ കേട്ടോ. വിവിഡ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ഗുഡ് ബാഡ് അഗ്ലി. ഹായ് സിമ്രൻ. ഓടാ ഇത് എന്തിനാ അത്? ഇതായിരിക്കുമോ അജിത്തിന്റെ കംബാക്ക്? വിടാമുയർച്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കേട്ടോ. എനിക്ക് അധികം ആർക്കും അത് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല. പക്ഷെ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. ദിസ് ലുക്സ് ഫൺ, ലൈക്ക് പക്ക ഫൺ മാസ് മസാല പോപ്കോൺ പടം. ആ ഒരു വൈബില്ലേ അത്. കളറിംഗ് ഒക്കെ മുന്നോ എന്തൊരു കളറിംഗടാ. എനിക്കോട് മറ്റേ അഭിനന്ദൻ രാമാനുജനാണെന്ന് തോന്നുന്നു സിനിമാറ്റോഗ്രാഫി. മാർക്ക് ആന്റണിയും പുള്ളി തന്നെയായിരുന്നു. ഹാർഡ് കോർ. ഞാൻ അജിത്തിനെയും കൂടെ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് കൊടുക്കും. ഇത് സത്യം പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞാൽ പിന്നെ അജിത്തിന്റെ പടം ഇല്ല കേട്ടോ. പുള്ളി ഇപ്പൊ റേസിംഗിന്റെ പരിപാടിയിൽ നടക്കുക. ഇനി എനിക്കോട് ഒരു 1-2 വർഷം ഇതുമായിട്ടൊരു സിനിമയുടെ ഒരു ഒഫീഷ്യലി സൈൻ പോലും ചെയ്തിട്ടില്ല പുള്ളി. സോ ദിസ് ഇസ് ലൈക്ക് ഒരു എന്താ പറയാ, കുറച്ച് നാള് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് അതുകൊണ്ട് തന്നെ തോന്നുന്നു പുള്ളി എന്തോന്നടേ എന്തൊരു ലുക്കടേ മനുഷ്യ. മറ്റേ താടിയും കൊണ്ണാടിയും. ഓ ഏതൊരു എക്സ്, അതായത് റിട്ടയർ ആയ ഗാങ്സ്റ്ററിന് ചൊറിയാൻ പോകുമ്പോ കിട്ടണ പരിപാടിയാണ്. അർജുൻ ദാസ് ആണെന്ന് തോന്നുന്നു മെയിൻ വില്ലൻ. ലുക്സ് വെരി നൈസ്. ഇത് ഞാൻ ആ ഒരു ഫൺ എലമെന്റ് ഇവർക്ക് അത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ നമ്മളൊക്കെ തിയേറ്ററിൽ എൻജോയ് ചെയ്യും ഫോർ ഷുവർ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. 10-ാം തീയതി 4 പടം. ആലപ്പുഴ ജിംഖാന, ബസൂക്ക, ഈ സിനിമ, മരണമാസ്. 4 സിനിമ. എനിക്ക് ഇതിലെ കോമഡി എന്നറിയോ, ആ 10-ാം തീയതി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങോട്ട് ഡ്രൈ ആണ്. വേറെ നല്ല വലിയ റിലീസസ് ഇല്ല. ഒറ്റ ദിവസം എന്തിന്റെ ഇങ്ങനെ ഇറക്കണത്? ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. ഈ 4 പടമൊക്കെ മനുഷ്യർ എങ്ങനെ കാണും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഒരു ഫാമിലി ആയിട്ടൊക്കെ പോവാന്നൊക്കെ പറയുന്നത് വലിയ ചടങ്ങാണത്, വലിയ എക്സ്പെൻസ് ആണത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇപ്പൊ 2 പടം ഈ 10th ഇറക്കിയിട്ട് അതിന് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും 2 ദിവസം ഈ പടം ഏതെങ്കിലും 2 ഇറക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് നിങ്ങളൊക്കെ തന്നെ വന്നിരുന്ന് കറിയാം, അയ്യോ ആൾക്കാർ വരണില്ല, സിനിമ കാണാനില്ല. മാൻ ഇപ്പൊ ബഡ്ജറ്റിങ്ങിലാണ് എല്ലാ ജീവിതവും. ആൾക്കാർക്ക് ചില സാധനങ്ങൾ ട്രെയിലർ കണ്ടിട്ട് അത് കൊള്ളാം,
അല്ലെങ്കിൽ ഇത് 10 പേര് പറഞ്ഞാൽ പോവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആര് പറയാം ആര് കേൾക്കാൻ. എന്തിനാണെങ്കിലും വിഷുവിന് വരണ 4 വെടിഗുണ്ടുകളാണ്. ഇതിൽ എന്തിനാണ് അടിച്ച് മിന്നണയെന്നൊന്നും ഒരു പിടിയില്ലടേ. ദിസ് ട്രെയിലർ ലുക്സ് സോ ഡാം ഗുഡ്. അതും ട്രിഷ അജിത്ത് പറഞ്ഞില്ലേ, പഴയ മങ്കാത്ത ആ ഒരു ചേർച്ചയും ജോഡിയും ഫുൾ ഒരു അജിത്ത് സിനിമ റെഫറൻസ് ആയിരിക്കും ഫോർ ഷുവർ. ആ പുള്ളിയെ പഴയ കാലത്ത് അജിത്തിനെ കാണിക്കുന്നുണ്ടല്ലേ, ഇത് പൊളിക്കൂടെ, ഇത് പൊളിക്കാം. മാർക്ക് ആന്റണി പോലത്തെ ഒരു എന്റർടൈൻ. ഞാൻ പറയും മാർക്ക് ആന്റണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എസ് സൂര്യ എന്നുള്ള ഒരൊറ്റ പേര്, പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ്. അതുപോലത്തെ ഒരു ഞെരുപ്പ് സാധനം, അങ്ങനത്തെ ഒരു എന്റർടൈനിങ് ഫാസ്റ്റ് പേസ് ഒരു സാധനം തന്ന സെറ്റ്. ഞാൻ പറയും നമ്മൾ എന്തിനാണ് സിനിമ കാണാൻ പോണത്? കംപ്ലീറ്റ്ലി ബ്രെയിൻ ഷട്ട് ചെയ്ത് ബ്രെയിൻ ഒന്ന് അടച്ചു പൂട്ടി എന്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐ തിങ്ക് ദിസ് ലുക്സ് വെരി എന്റർടൈനിങ് ഇൻ മൈ ഒപ്പീനിയൻ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഒന്നും പറയാൻ പറ്റൂല. ഇത് ജസ്റ്റ് ഒരു പരിപാടി മാത്രമാണ്. നമുക്ക് നോക്കാം എന്തിനാണ് അവസ്ഥ. ശരി എന്നാൽ.